ഞാൻ സ്ഥിരമായിട്ട് എല്ലാ തവണയും മുട്ട മേടിക്കുന്ന ഈ ഷോപ്പിൽ നിന്നാണ്. ഇത്തവണ ചെന്നപ്പോ ഒരു മുട്ട എന്റെ കണ്ണിലുടക്കി. അതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട്. സത്യം പറയാലോ ഗൈസ്, എനിക്ക് തോന്നിയത് കോഴി വേണോ വേണ്ടയോ എന്ന് വെച്ചിട്ടിട്ട മുട്ട പോലെ. അല്ല, ഈ മുട്ടന്റെ ആകൃതിയൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് എന്നെ തെറ്റു പറയാൻ പറ്റുമോ? ഈ ക്ലേ ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു സാധനം പോലെ തോന്നുന്നുണ്ടല്ലേ പെട്ടെന്ന് നോക്കുമ്പോ. ഞാൻ കുറച്ചേരം മാറി മറിച്ചൊക്കെ നോക്കി, ഇങ്ങനെ ഒരൊറ്റ പീസ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും എത്ര തരം മുട്ടയല്ലേ? എനിക്ക് ആകെ കോഴിമുട്ട, താറാമുട്ട എന്ന് മാത്രം അറിയത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ വലുത്, ചെറുത്, രണ്ടുണ്ണിയുള്ളത്, രണ്ടുണ്ണി ഇല്ലാത്തത്, കളറുള്ളത്, കളറില്ലാത്തത്, അങ്ങനെ കുറെ ടൈപ്പ് മുട്ട. ഇത് ഞാനിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമായിരുന്നു. ഞാൻ ആദ്യം ഒരു ക്ലേ മുട്ട കാണിച്ചില്ലേ, ആ മുട്ടയുടെ കൂടെയുള്ള സാധനമാണ് ഇത്. പക്ഷെ അതിന് ഭയങ്കര വലിപ്പമാണ് കേട്ടോ. നോർമൽ മുട്ടനേക്കാളും ഭയങ്കര വലിപ്പമാണ്. ഇതിന് രണ്ടിനും പക്ഷെ ഒരേ റേറ്റും ആണ് കേട്ടോ. അപ്പൊ ഞാൻ ആ മുട്ടച്ചേട്ടനോട് ചോദിക്കുക, ഇതിന്റെ പ്രത്യേകത എന്താ, എന്തെങ്കിലും ഗുണം പ്രത്യേകിച്ച് കൂടുതലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ആ ചേട്ടൻ പറയാം, അതിന്റെ കാണാനുള്ള ഭംഗിയും രണ്ടുണ്ണിയും മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഇത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സാധാ മുട്ടയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ എന്നും പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ ഫോണിൽ എടുത്ത് കാണിച്ചു തരികയാണ്. ആ വലിയ മുട്ടയുടെ പേര് BV380 അങ്ങനെ എന്തോ ആണ്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് കിട്ടും എന്നാണ് പറഞ്ഞത്. പണ്ടൊക്കെ നാവിന് എന്താണ് രുചി എന്ന് നോക്കിയായിരുന്നു ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് കഴിക്കുന്നതിൽ എന്താണ് നല്ലതുള്ളത് എന്ന് നോക്കാറുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഡയറ്റ് ഒന്നും നോക്കുന്നില്ലെങ്കിലും ഡെയിലി ഒരു 1-2 മുട്ട ഞാൻ രാവിലെ കഴിക്കാറുണ്ട്. ഇപ്പൊ നിലവിൽ മുട്ടയ്ക്ക് നല്ല വില കുറഞ്ഞിട്ടുണ്ട്. 2 രൂപയോളം ഒരു മുട്ടയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ അധികമായിട്ട് മേടിച്ചു വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം മേടിച്ചു വെച്ചോ. തമിഴ്നാട്ടിൽ എന്തോ പൊങ്കൽ എടുക്കാറായതുകൊണ്ട് മുട്ടയുടെ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ ബൈ.